ആദരണീയനായ അധ്യക്ഷൻ ശ്രീ പ്രവീൺ മോഹൻ, ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലുമുള്ള അതിഥികളെ, കുടുംബശ്രീയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പും കേരള വിഷനും കുടുംബശ്രീയും വളരെ സമാനതകളുള്ള 3 സ്ഥാപനങ്ങളാണ്, 3 പ്രസ്ഥാനങ്ങളാണ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിൻ്റെ ഫാക്ടറിയിൽ അതുപോലെ ഓഫീസിലും ഒരു ഭൂരിപക്ഷ വനിതാ പ്രസ്ഥാനമാണ്. പാലക്കാട്ടെ ഫാക്ടറിയിൽ മാത്രം 150ഓളം സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ ചീഫ് കെമിസ്റ്റ് ഒരു ലേഡിയാണ്, പ്രൊഡക്ഷൻ കെമിസ്റ്റ് ലേഡിയാണ്, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഹെഡ് ഒരു ലേഡിയാണ്. അതോടൊപ്പം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് 2007 ഗുഡ് ബൈ സോപ്സ് ആൻഡ് കോസ്മെറ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ചെറിയ രീതിയിൽ ഞങ്ങൾ ആരംഭിക്കുന്നത്. അന്ന് 12 തൊഴിലാളികളെ വെച്ച് ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ പലരും എന്നോട് ചോദിച്ചത്, എൻ്റെ കുടുംബം ഉൾപ്പെടെ എന്നോട് ചോദിച്ചത് ഇത് വേണോ എന്നായിരുന്നു. കാരണം നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുപയോഗിക്കുന്ന സോപ്പുകളോടാണ് എനിക്ക് മത്സരിക്കേണ്ടിയിരുന്നത്. ചിലർ ചോദിച്ചു, അറ്റ്ലീസ്റ്റ് ഒരു ആയുർവേദിക് സോപ്പെങ്കിലും തുടങ്ങാമായിരുന്നില്ലേ? കാരണം പലരും പരാജയം ഉറപ്പിച്ച ഒരു മേഖലയായിരുന്നു സോപ്പ് എന്നുള്ളത്. കാരണം സോപ്പ് എന്ന് പറയുമ്പോൾ മനസ്സിലോടിയെത്തുന്ന കാലങ്ങളായി ഉപയോഗിക്കുന്ന കോർപ്പറേറ്റ് ബ്രാൻഡുകൾക്കിടയിലാണ് മെലിഞ്ഞുണങ്ങിയ ക്യൂട്ടി കടന്നു വരുന്നത് 2014. അതിനു മുമ്പ് മറ്റ് പല ബ്രാൻഡുകളുടെയും ജോബ് വർക്കുകളാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇന്ന് ANC നെയിൽസൺ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് സർവേ നടത്തുന്ന സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം 21% മാർക്കറ്റ് ഷെയറുള്ള കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ്. ഒരു മാസം 65 ലക്ഷത്തോളം സോപ്പുകൾ നമ്മുടെ കേരളീയർ ഈ ബ്രാൻഡിലൂടെ ഉപയോഗിക്കുന്നുണ്ട്. കുടുംബശ്രീയുടെ കഥ പറഞ്ഞാലും പലപ്പോഴും വളരെ ചെറിയ രീതിയിൽ ഞാൻ വർഷങ്ങളായി കാണുന്നു. അത് കുറച്ച് സ്ത്രീകളിങ്ങനെ വീടിൻ്റെ പിറകിലൊക്കെ കൂടിയിരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നു. ആദ്യമൊക്കെ കരുതിയത് പരദൂഷണത്തിനുള്ള ഒരു വേദി പുതിയത് ഇവർക്ക് ലഭിച്ചു എന്നുള്ളതായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി ഇവർ അങ്ങനെ അവഗണിക്കേണ്ട അവഗണിക്കേണ്ട ഒരു പ്രസ്ഥാനമല്ല എന്ന്. ഇന്ന് ലോകത്തിലെ പല ഗവേഷണ സ്ഥാപനങ്ങളും ചർച്ചയ്ക്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ദിനേശൻ സാർ പറഞ്ഞു, ഫ്ലിപ്കാർട്ട് കുടുംബശ്രീയെ തേടി വരുന്നൊരവസ്ഥ, സെപ്റ്റോ കുടുംബശ്രീയെ തേടി വരുന്നൊരവസ്ഥ, ആമസോൺ നാളെ കുടുംബശ്രീയെ തേടി വരുന്ന അവസ്ഥയിലേക്ക്, കോർപ്പറേറ്റുകളെ വെല്ലുന്ന ഒരവസ്ഥയിലേക്കുള്ള ഈ 25 വർഷത്തെ നിങ്ങളുടെ യാത്ര കേരളത്തിന് കുടുംബശ്രീ ഇല്ലാത്ത ഒരു പ്രഭാതം അല്ലെങ്കിൽ ഒരു പ്രദോഷം ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊരു വെറും വാക്കായി കുറച്ച് കുടുംബശ്രീക്കാർ ഇവിടെ ഉള്ളതുകൊണ്ട് പറഞ്ഞല്ല. ഞാനിതിൻ്റെ കണക്കുകളിലേക്ക് ഈ പ്രോഗ്രാമുമായി കേരള വിഷൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ എന്നെ സമീപിച്ചപ്പോൾ ഞാൻ ആദ്യം ഒന്നും അടിച്ചെങ്കിലും പിന്നെ നമ്മളുമായി ഏറ്റവും അടുത്ത ബന്ധം എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന കുടുംബശ്രീയിലെ ഈ 65 ലക്ഷം സോപ്പുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരും കുടുംബശ്രീക്കാരാണ്.
അവരുടെ യൂണിറ്റുകളിൽ സോപ്പ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ മിക്കവാറും നമ്മുടെ ഉപഭോക്താക്കളാണ്. പക്ഷെ ഞങ്ങൾ ആ സംരംഭവുമായി ചേർന്ന് നിന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, വളരെയധികം പഠന വിധേയമാക്കേണ്ട ഒരു മേഖലയാണ്. മൂന്നാമത് വരുന്നത് കേരള വിഷനും കേരളത്തിലെ കേബിൾ TV ഓപ്പറേഷൻസുമാണ്. അത്ഭുതകരമായ ഒരു പടയോട്ടത്തിൻ്റെ ചരിത്രം കേബിൾ വിഷനുണ്ട്. കാരണം ഇത് തുടങ്ങുന്ന കാലത്തൊക്കെ ഞാൻ കണ്ടിരുന്നു, പല അത്യാവശ്യം അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകളാണിത് ആ കാലത്തൊക്കെ തുടങ്ങിയത്. ഇന്ന് ഇലക്ട്രിക് പോസ്റ്റുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്ന ആളുകളായിരുന്നു കേബിൾ TV ഓപ്പറേറ്റർമാർ. ദൃശ്യം സിനിമയിലെ ആദ്യത്തെ മോഹൻലാൽ ബസ് കയറിയിട്ടാണ് ധ്യാനത്തിന് പോയത്. പക്ഷെ രണ്ടാമത്തെ ദൃശ്യം വന്നപ്പോൾ മോഹൻലാലിന് 2 തിയേറ്ററും വലിയ വീടും അത്യാവശ്യ സാമ്പത്തിക ശേഷിയുമുണ്ടായി. വലിയ മാറ്റങ്ങൾക്ക് നമ്മുടെ കൂട്ടായ്മകൾക്ക് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ചരിത്രം. ജനങ്ങൾ ഏറ്റെടുത്ത ഒരു ഉൽപ്പന്നം, അതുപോലെ എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന 350ഓളം തൊഴിലാളികളും മാർക്കറ്റിംഗ് ജീവനക്കാരും ഒക്കെ ചേർന്ന് നിൽക്കുന്ന, ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയാണ് ഈ വിജയത്തിനൊക്കെ കാരണമായിട്ടുള്ളത്. എവിടെയും ആ കൂട്ടായ്മയിലേക്ക് നിങ്ങളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നതിൽ QT ദ ബ്യൂട്ടി സോപ്പ് അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഈ 10 യൂണിറ്റുകളിൽ ഇത് നിൽക്കേണ്ടതില്ല. പക്ഷെ മികച്ച 10 സംരംഭക യൂണിറ്റുകൾ ഇവിടെ വന്നു. ഇതിന് പിന്നിലുള്ള എല്ലാവരെയും, ഒരുപാട് ആളുകൾ, അംഗങ്ങൾ ഇതിൽ പണിയെടുത്തിട്ടുണ്ട്, ജോലി ചെയ്തിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.